പാട്ടുകൾ പാടാനും കേൾക്കാനും ഒരുമിച്ച് സന്തോഷിക്കാനും ദൈവത്തെ മഹത്വപ്പെടുത്താനും ദൈവത്തെ സ്തുതിക്കാനും ദൈവവചനം കേൾക്കാനും ഒക്കെ ഇങ്ങനെ ലഭിക്കുന്ന വിലയേറിയ അവസരങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ മുഖാന്തരങ്ങൾ ഒരുക്കുന്ന അതിന് ഉത്തരവാദിത്തപ്പെട്ട ദൈവദാസന്മാർക്കായി അവരോടുള്ള നന്ദി അറിയിക്കുകയും അപ്പോൾ തന്നെ ദൈവത്തിന് സകല മഹത്വം ചെയ്യുന്നു. അല്പസമയത്തെ ദൈവവചന ധ്യാനത്തിനായി ഒരു ദൈവവചന ഭാഗം വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ താൻ പറയുന്ന, അല്ലെങ്കിൽ ക്രിസ്തു യേശുവിലുള്ളത് നിങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഈ പറഞ്ഞ ഭാഗം. ക്രിസ്തു യേശുവിലുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഇൻ യുവർ റിലേഷൻഷിപ്പ് വിത്ത് വൺ അനദർ ഹാവ് ദ സെയിം മൈൻഡ് സെറ്റ് ആസ് ക്രൈസ്റ്റ് ജീസസ് ഹാഡ്. മറ്റുള്ളവരോടുള്ള ബന്ധത്തിലും ഇടപാടിലും യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന അതേ മനോഭാവം തന്നെ, സ്വഭാവം തന്നെ, ഭാവം തന്നെ നമുക്കും ഉണ്ടായിരിക്കട്ടെ എന്ന് താൻ ആഗ്രഹിക്കുകയും അത് അവരോട് പറയുകയും ചെയ്യുകയാണ്. ഉണ്ടായിരിക്കട്ടെ, നിങ്ങളിലും ഉണ്ടാകണം. നമ്മളിൽ എല്ലാവരിലും ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യമാണ് ആ ഒരു യേശു ക്രിസ്തുവിന്റെ മനോഭാവം. ഇത് പറയുമ്പോൾ തന്നെ അപ്പോസ്തലനായ പൗലോസ് താൻ മറ്റൊരിടത്ത് പറയുന്ന മറ്റൊരു കാര്യം നമുക്ക് കാണാം. 1 കൊരിന്ത്യർ ലേഖനം 11-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നു, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികൾ ആയിരിപ്പീൻ എന്ന് താൻ അവിടെ പറയുകയാണ്. ഫോളോ മീ, ഫോളോ മൈ എക്സാമ്പിൾ ആസ് ഐ ഫോളോ ദ എക്സാമ്പിൾ ഓഫ് ക്രൈസ്റ്റ്. അപ്പൊ ഇതൊരു വലിയ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് അപ്പോസ്തലനായ പൗലോസ് പറയാ, നിങ്ങൾ എന്നെ ഫോളോ ചെയ്തു, നിങ്ങൾ എന്റെ അനുകാരികളായിരിക്കെ എന്ന് പറയുക. അപ്പോൾ അവിടെ നിങ്ങൾ എന്റെ അനുകാരികളായിരിക്കുക എന്ന് പറയുമ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടാകാം. അപ്പോസ്തലനായ പൗലോസിന്റെ ഏത് കാര്യത്തിലാണ് നമ്മൾ അദ്ദേഹത്തെ അനുകരിക്കുന്നത്? അദ്ദേഹത്തിന്റെ വസ്ത്രധാരണമാണോ, ഭക്ഷണ രീതിയാണോ, സംസ്കാരമാണോ, ഏതാണ്? അതിൽ അദ്ദേഹം വളരെ സ്പെസിഫിക് ആയിട്ട് അതിനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ആസ് ഐ ഫോളോ ദ എക്സാമ്പിൾ ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിനെ ഞാൻ അനുകരിക്കുന്നത് പോലെ. ആ ഒരു ഒറ്റ കാര്യത്തിലേ ഉള്ളൂ കേട്ടോ, വേറെ ഒരു കാര്യത്തിലും പൗലോസ് എങ്ങും പറയുന്നില്ല നിങ്ങൾ എന്നെ അനുകരിക്കുക, ഞാനിപ്പം കണ്ട് പോകുന്ന പോലെ നിങ്ങൾ എന്നെ അനുകരിക്കുക, ഞാൻ കഴിക്കുന്ന ഭക്ഷണം പോലെ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ എന്റെ ഒരു സംസ്കാരം പോലെ ഒന്നും പറയുന്നില്ല. താൻ ഒറ്റ കാര്യത്തിലാണ് എന്നെ അനുകരിക്കുക എന്ന് പറയുന്നത്. അതിലാണ് ഞാൻ യേശുവിനെ അനുകരിക്കുന്നത് പോലെ, യേശുവിനെ ഫോളോ ചെയ്യുന്നത് പോലെ, യേശുവിന്റെ കാൽച്ചുവടുകളെ പിൻപറ്റുന്നത് പോലെ ഞാൻ നിങ്ങളോടും പറയുന്നു, നിങ്ങളും എന്നെ അനുകരിക്കുക, അല്ലെങ്കിൽ ആ കാര്യത്തിൽ മാത്രം നിങ്ങൾ എന്നെ ഫോളോ ചെയ്യും. നമ്മൾ പലപ്പോഴും വേറെ പലതിനും ആൾക്കാരെ ഫോളോ ചെയ്യിപ്പിച്ചിട്ട് പലരും വേണ്ടാത്ത പല കുരുത്തക്കേടിലും പോയി അവസാനിക്കുന്നതിന്റെ കാരണം പലരും കർത്താവിനെ ഞാൻ ഫോളോ ചെയ്യുന്നതിലല്ല, പലരും എന്നെ ഫോളോ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുന്നത്. കാര്യം മുമ്പിൽ നിൽക്കുന്ന ആളുകളാ, കൊള്ളാം, അവര് നല്ലവരാണ്, അവരുടെ കൊള്ളാം, അങ്ങനെ പല കാര്യത്തിൽ മുമ്പിൽ നിൽക്കുന്നവരെ മാതൃകയാക്കി പല കാര്യത്തിൽ ഫോളോ ചെയ്യുന്നു. പക്ഷെ യേശുവിനെ അവർ അനുകരിക്കുന്നതിൽ പലപ്പോഴും ഫോളോ ചെയ്യുന്നതിൽ എവിടെ പോകുന്നു? തെറ്റിപ്പോകും. അത് പൗലോസിനെ നമ്മൾ ആ കാര്യത്തിൽ മാതൃകയാക്കണം. അത് കാര്യം എന്ന് പറഞ്ഞാൽ പൗലോസ് വളരെ വ്യക്തമായി എടുത്തു പറയുന്നത്, എന്നെ കേൾക്കുന്ന കേൾവിക്കാരെല്ലാം സാധാരണ ഒരു വിശ്വാസി സമൂഹത്തിൽ പെടുന്നവരല്ല. ക്രൈസ്തവ ഗോളത്തിൽ വ്യത്യസ്ത നിലവാരത്തിൽ കർത്താവിന് വേണ്ടി പല നേതൃത്വങ്ങളിൽ വ്യത്യസ്ത നിലവാരത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നവരാണ്. അപ്പോ നമ്മൾ ഒരുമിച്ച് ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം ഇതാണ്. നമ്മൾ കർത്താവിനെ നമ്മൾ ഫോളോ ചെയ്യുന്നതിൽ മാത്രം മറ്റൊരാളെ നമ്മൾ എൻകറേജ് ചെയ്യുക, നിങ്ങൾ ഈ കാര്യത്തിൽ മാത്രമേ എന്നെ ഫോളോ ചെയ്യാവൂ. കാര്യം അതിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതല്ലാതെ നാം പറയുന്നതെല്ലാം വെറും വാക്കുകൾ മാത്രമാകും. അതിൻ്റെ അകത്തിൽ യഥാർത്ഥത്തിലേക്ക് കടക്കുമ്പോൾ അത് അർത്ഥശൂന്യമാണ് എന്ന്
എന്താ പറയാ, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാര്യം അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, വേറെ ഒരു കാര്യത്തിലും പറയുന്നില്ല. സോ ദ വേ ദാറ്റ് ഐ ആം ഫോളോയിങ് ക്രൈസ്റ്റ്, അതിൽ മാത്രം നിങ്ങൾ എന്നെ ഫോളോ ചെയ്യും. അതിൽ മാത്രം ഫോളോ ചെയ്താൽ മതിയല്ലോ, വേറെ എന്തിനാ ഫോളോ ചെയ്യുന്നത്? വേറെ പല കാര്യത്തിലാണ് ഇന്ന് ഫോളോ നടക്കുന്നത്. അതല്ല നമുക്ക് ആവശ്യം. നമ്മൾ ക്രിസ്തുവിനെ പൗലോസ് ഫോളോ ചെയ്യുന്നതിൽ താൻ മറ്റുള്ളവരോട് പറയണം, ആ കാര്യത്തിൽ നിങ്ങൾ എന്നെയും അനുകരിക്കും. ഓക്കെ, ആ പറഞ്ഞ അത് പറഞ്ഞിട്ട് അതോടൊപ്പം തന്നെ ഫിലിപ്പർക്ക് ലേഖനം എഴുതിയപ്പോൾ പറയുകയാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത് ഇതാണ്, ക്രിസ്തു യേശുള്ള ഭാവം തന്നെ നിങ്ങൾക്ക് ഉണ്ടാകണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. കർത്താവിനെ, ക്രിസ്തു യേശുവിന്റെ ഭാവം ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്, ആ ഭാവം എന്നിൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഞാൻ കർത്താവിനെ ഫോളോ ചെയ്യുക. എനിക്ക് ആ ഭാവം ഉണ്ടാകാൻ വേറെ ആരെയും ഫോളോ ചെയ്യാൻ പറ്റില്ല. ആ ഭാവം ഉണ്ടാകാൻ ഞാൻ യേശുവിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് എന്നെയും ഫോളോ ചെയ്യാം. കാര്യം നിങ്ങളിലും ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ ഉണ്ടാകും. നിങ്ങളിലും ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ ഉണ്ടാകും. ഇന്ന് രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ആ ക്രിസ്തുവേശുവിലുള്ള ഭാവം തന്നെ എന്നിൽ ഉണ്ടാകട്ടെ. അത് ആ ഭാവം ഉണ്ടാകുന്നത്, ആ മനോഭാവം അല്ലെങ്കിൽ ആ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആ തരത്തിൽ കർത്താവിന്റെ മനോഭാവം എന്നിൽ ഉണ്ടാകുന്നത് മറ്റുള്ളവർക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന നിലവാരത്തിൽ അത് പറഞ്ഞു കൊടുക്കാനും കാണിച്ചു കൊടുക്കാനും കർത്താവ് എന്നെ സഹായിക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസ്ഥനിലായിരിക്കാം. 5 കാര്യങ്ങൾ ഞാൻ ഒത്തിരി മനോഭാവം, യേശുവിന്റെ മനോഭാവം, അത് അപ്പോസ്തലനായ പൗലോസ് ഫോളോ ചെയ്യാൻ ആഗ്രഹിച്ചതൊക്കെ നമുക്ക് ദൈവവചനത്തിൽ നിന്ന് കാണാനായി സാധിക്കും. അതിൽ ഒരു 5 എണ്ണം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കും. അവിടെ ഈ 1 കൊരിന്ത്യ ലേഖനം 11:1 നാം വായിക്കുന്നത്, ഞാൻ ക്രിസ്തുവിന്റെ അനുകാരി ആയിരുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളായിരിക്കും. കാര്യം പൗലോസ് പോലും അറിയാതെ കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ പറയുന്ന ഒരു കാര്യമാണ്, ചിലർ പൗലോസിന്റെ പക്ഷം, അല്ലെ, ചിലർ അപ്പല്ലോസിന്റെ, ചിലർ അങ്ങനെ ഓരോ പക്ഷക്കാരായി. കാര്യം ഇവര് ഈ മുമ്പിൽ നിൽക്കുന്നവർ പോലും അറിയാതെ തന്നെ അവരെ ഫോളോ ചെയ്യുക, അവരുടെ പക്ഷം പിടിച്ചു നിൽക്കുക. കാര്യം എന്താണെന്നറിയാമോ, അവർ യേശുവിന്റെ മനോഭാവത്തെ പൗലോസ് ഫോളോ ചെയ്യുന്നതിനെ അല്ല അവർ ഫോളോ ചെയ്തത്. അതല്ലാത്തത് എന്തോ ഫോളോ ചെയ്തത് കൊണ്ടാണ് ഞങ്ങൾ പൗലോസിന്റെ പക്ഷക്കാരെന്ന് പറയാൻ അവരെ തെറ്റിദ്ധരിപ്പിച്ചത്. അതല്ല, യഥാർത്ഥത്തിൽ അവർ യേശുവിന്റെ മനോഭാവത്തെ ഫോളോ ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും അവർ പറയില്ലായിരുന്നു, ഞങ്ങൾ പൗലോസിന്റെ പക്ഷക്കാർ, ഞങ്ങൾ അപ്പല്ലോസിന്റെ പക്ഷക്കാർ, ഞങ്ങൾ മറ്റൊരു പക്ഷക്കാരെന്ന് പറയില്ലായിരുന്നു. കാര്യം അവർ തെറ്റിദ്ധരിക്കപ്പെട്ടു. അവർ ഫോളോ ചെയ്തത് മറ്റ് അപ്പോസ്തലനായ പൗലോസിന്റെ യേശുവിനെ താൻ അനുകരിച്ചതല്ലാത്തത് എന്തിനെയോ ഇവർ അനുകരിക്കാൻ ശ്രമിച്ചത് കൊണ്ടാണ് അവർ അങ്ങനെ പറയാനായിട്ട് ഇടയായത്. അതുകൊണ്ട് അത് വലിയ ഒരു ഡാർക്ക് ഏരിയയാണ്. ഇന്നും നമ്മുടെ ക്രൈസ്തവ ഗോളത്തിൽ കാണാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു ഡിസെപ്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്, ഒരു ചതിയാണ്, എന്താ പറയാ, നമ്മൾ അറിയാതെ ആളുകളെ ഫോളോ ചെയ്യും. അത് നമ്മളെ ഒരു വലിയ അപായത്തിലേക്ക് വഴി നടക്കുകയല്ല, യേശുവിനെ അനുകരിക്കുന്നതിൽ മാത്രം നമുക്ക് ആളുകളെ ഫോളോ ചെയ്യാം. അതിൽ എന്തൊക്കെയാണ് താൻ ഫോളോ ചെയ്തിരുന്നത്, യേശുവിന്റെ മനോഭാവം എങ്ങനെയൊക്കെ ആയിരുന്നു എന്നതിനെ കുറിച്ച് അവിടെ തന്നെ എഴുതിയിരിക്കുന്നു. അവിടെ പറയുന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 2:5 ഓൺവേർഡ്സ് അവിടെ പറയുന്ന ഒരു കാര്യം ഹ്യൂമിലിറ്റിയെ കുറിച്ചാണ്, താഴ്മയെ കുറിച്ചാണ് പറയുന്നത്. താഴ്മയെ കുറിച്ചാണ് ഏറ്റവും പ്രധാനമായിട്ട് അവിടെ നമുക്ക് കാണാനായി സാധിക്കും. അതിന് ദൈവശാസ്ത്രപരമായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു തിയറി, കെനോട്ടിക് തിയറി, അല്ല കെനോസിസ് എന്നൊക്കെ പറയും, അല്ലെ എംപ്റ്റിയിങ് ഹിംസെൽഫ്, തന്നെത്താൻ ഒഴിക്കുന്ന, അല്ലെ, അവിടെ ആ വാക്യത്തിലും അങ്ങനെ എഴുതിയിട്ടുമുണ്ട്. ഇങ്ങനെയാണ് പറയുന്നത്, 6-ാം വാക്യം 2:6, അവൻ ദൈവ രൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തു, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ എന്തായി തീർന്നു, മനുഷ്യനായി വിളയി. തന്നെത്താൻ ഒഴിച്ചു, ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്. അത് ആ തന്നെത്താൻ ഒഴിച്ചു, ഇല്ലാതെയാക്കി തീർത്തു എന്നൊക്കെയുള്ള ആശയങ്ങളാണ് അവിടെ നമുക്ക് മനസ്സിലാക്കാനായി. എംപ്റ്റീഡ് ഹിംസെൽഫ്, അതൊരു ചോയ്സ് ആയിരുന്നു. ഹി ചൂസ് ടു ലിമിറ്റ് ഹിംസെൽഫ് ഇൻ സർട്ടൻ ആസ്പെക്ട് ഓഫ് ഹിസ് ഡിവൈൻ ആട്രിബ്യൂട്ട്സ് എന്നാണ് അതിനെക്കുറിച്ച് വേദശാസ്ത്ര ചിന്തകന്മാർ പറയുന്നത്. അതായത് തന്നെത്താൻ ഒഴിക്കുന്നതിൽ,
തന്റെ ഡിവൈൻ ആട്രിബ്യൂട്ട്സ്, അതിന് മലയാള പരിഭാഷ അല്ലെങ്കിൽ ദൈവിക ഗുണഗണങ്ങൾക്കൊന്നും മാറ്റം വരും. പക്ഷെ ആ ഇംഗ്ലീഷ് പരിഭാഷ ഡിവൈൻ ആട്രിബ്യൂട്ട്സിൽ തന്നെ ചില തിരഞ്ഞെടുപ്പുകളാണ്, അല്ലെങ്കിൽ അത് ഇല്ലാതെയായി മാറുകയല്ല, തിരഞ്ഞെടുക്കുകയാണ്. മനുഷ്യ രൂപത്തിൽ സദൃശ്യത്തിൽ വരുമ്പോൾ ആ നേച്ചർ മാറുന്നില്ല. ഹി വാസ് നോട്ട് ചേഞ്ചിങ് ഹിസ് നേച്ചർ. ആ നേച്ചറിലല്ല മാറ്റം വരുന്നത്, ഡിവൈൻ ആട്രിബ്യൂട്ട്സിൽ താൻ ചില തെരഞ്ഞെടുപ്പുകൾ എടുക്കുകയാണ്. ഇതൊന്ന് മാറ്റിയിട്ട് താൻ എന്ത് ചെയ്യാണ്, ഭൂമിയിൽ മനുഷ്യനായി ജീവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക്, അതാ തന്നെത്താൻ ഒഴിച്ചു എന്ന് പറയുന്നത്. അവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം, നേച്ചറിൽ യാതൊരു തെരഞ്ഞെടുപ്പുമില്ല, ദൈവത്വം മാറ്റുന്നില്ല, അല്ലെങ്കിൽ ദൈവത്വം മാറുന്നില്ല. അവിടെ നിന്ന് അവിടെ നേച്ചറിലല്ല ചോയ്സ് നടന്നത്, അവിടെ തന്റെ ഡിവൈൻ ആട്രിബ്യൂട്ട്സിൽ ചില തെരഞ്ഞെടുപ്പുകൾ തെരഞ്ഞെടുത്തിട്ട് അതിൽ താൻ തന്നെ പരിമിതപ്പെടുത്തുകയാണ്. പരിമിതപ്പെടുത്തി താൻ നിൽക്കുന്ന ആ ഒരു പരിമിതമായ അവസ്ഥയാണ് താഴ്മ എന്ന് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. ഹി ചൂസ് ടു ലിമിറ്റ് ഹിംസെൽഫ്, തന്നെ ലിമിറ്റ് ചെയ്യുകയാണ്. അപ്പം ആ ഒരു മനോഭാവത്തിന്റെ വ്യാഖ്യാനം അല്ലെങ്കിൽ എക്സ്പ്ലനേഷൻ തന്റെ ജീവിതത്തിന്റെ ലൈഫ് ആൻഡ് മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ് പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കും. അതിൻ്റെ അകത്ത് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ 5 കാര്യങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുമായി ചിന്തിക്കാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സബ്മിഷൻ ടു ദ ഹ്യൂമൻ അതോറിറ്റീസ്. ഒന്നാമത്തെ ഒരു കാര്യം സബ്മിഷൻ ടു ദ ഹ്യൂമൻ അതോറിറ്റീസ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മളത് ചിന്തിക്കണം. നമുക്കൊരു അധികാരം ഉണ്ടെന്ന് ചിന്തിച്ച്, നമുക്കൊരു അധികാരമുണ്ട്, ഒരു 100 പേരുടെ അധികാരിയാണ് നമ്മൾ എന്ന് ചിന്തിക്കുക. 100 പേരുടെ മുകളിലുള്ള കർത്തൃത്വം, അധികാരം നടത്താൻ ഒരു അധികാരം നമുക്കുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ ആ അധികാര പരിധിയിൽ പെടുന്ന ഒരാളുടെ അടിയിൽ ഞാൻ സബ്മിസീവ് ആകാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അത് പറ്റത്തില്ല. കാര്യം ഇതൊക്കെ നമ്മൾ പറ്റുമെന്നൊക്കെ പറഞ്ഞാൽ വെൻ ഇറ്റ് കംസ് ടു ദ പ്രാക്ടിക്കൽ ലൈഫ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, അല്ലെ? ഒരു പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. കാര്യം അന്നേരം ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ നിന്റെ അടിയിൽ അടങ്ങി ഇരിക്കുക, പക്ഷെ ഞാൻ ആരാന്നറിയോ? നിന്റെ അധികാരിയാ, ഞാൻ നിന്റെ മോളിലുള്ള ആളാ, എന്നാലും ഞാൻ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ നിന്റെ അധികാരത്തിൽ ഇരിക്കുക എന്നൊക്കെ ഒരു ചിന്തയോടെ ആയിരിക്കും ഒരുപക്ഷെ നമ്മൾ അവിടെ പ്രിട്ടൻഡ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ യേശുവിന്റെ മനോഭാവം എന്ന് പറയുന്നത് സബ്മിസീവ് ടു ദ ഹ്യൂമൻ അതോറിറ്റി. അതെന്തിനാ? ലോകത്തിന്റെ അധികാരങ്ങൾക്ക് ശ്രേഷ്ഠന്മാർക്ക് താൻ കീഴടങ്ങിയ, ഇതിന്റെ ഒക്കെ മുകളിൽ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച, സകലത്തെയും നിയന്ത്രിക്കുന്ന, സകലത്തിന്റെയും കാരണാഭൂതനായ, സർവശക്തനായ, സർവജ്ഞാനിയായ, സർവവ്യാപിയായ, നിത്യനായ ദൈവം ഈ മനുഷ്യന് തന്നെ ആ അധികാരത്തിൽ വിധേയപ്പെടുത്തി എന്ന് പറയുന്നത്, ആ തന്നെത്താൻ ഒഴിച്ചു എന്ന് കാണിക്കുന്നതിൽ ഏറ്റവും അതിന്റെ അതിന്റെ ആ ഡെപ്തിനെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. സോ അവൻ തന്നെത്താൻ സബ്മിസീവായി, അധികാരികൾക്ക് മാത്രമല്ല. ലൂക്ക് 22:66 നമ്മൾ അവിടെ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. തന്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് ഒക്കെ നമുക്ക് അവിടെ കാണുമ്പോൾ മനസ്സിലാക്കുന്നു. നേരം വെളുത്തപ്പോൾ ജനത്തിന്റെ മൂപ്പന്മാർ, മഹാപുരോഹിതന്മാർ, ശാസ്ത്രിമാർ, ഇവരെല്ലാം കൂടെ ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് യേശു കർത്താവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ ദൈവപുത്രനോ? ഒരു ചോദ്യം, നീ ദൈവപുത്രനോ? ഇത് പണ്ട് മുതൽ ചോദിക്കാൻ തുടങ്ങിയതാ. നീ ദൈവപുത്രനോ? ഷാജി ചോദിക്കാൻ തുടങ്ങി, നീ ദൈവപുത്രനോ? അന്ന് മുതൽ ചോദിക്കുന്ന ആ ചോദ്യം ഇവിടെ അധികാരികളുടെ മുമ്പിൽ താൻ ആ ചോദ്യത്തിന് വിധേയപ്പെടുകയാണ്. ഇത് എവിടെ ചോദിക്കുന്നത്? തന്നോട് ചോദിക്കുന്നത് തന്റെ ഐഡന്റിറ്റിയാണ്. നമ്മളോട് നമ്മുടെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യം ഏതെങ്കിലും അധികാരികൾ ചോദിച്ചാൽ നമ്മൾ എത്ര ക്ഷുഭിതരാകും, നമ്മൾ എത്ര വികൃതരായിത്തീരും. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയെങ്കിലും നമ്മുടെ സഭാവിശ്വാസികളില്ലാത്ത, നമ്മുടെ ആരുമില്ലാത്ത, നമ്മൾ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഏതെങ്കിലും ഒക്കെ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു ഹ്യൂമിലിയേഷൻ നമുക്ക് കിട്ടിയാൽ നമ്മൾ ആൾ മാറിയവരെ പോലെയാകും പലപ്പോഴും. നമ്മൾ കാര്യമൊക്കെ പറയുന്നെങ്കിലും പലപ്പോഴും നമ്മൾ ആൾ മാറിയവരെ പോലെയാകും. പക്ഷേ ഇവിടെ യേശു കർത്താവിന്റെ ഈ മനോഭാവമാണ് നമുക്ക് ഉണ്ടാകേണ്ടുന്നത്. ഈ മനോഭാവം കാര്യം ആ അധികാരികളുടെ മുമ്പിൽ നിൽക്കുമ്പോഴും തന്റെ വ്യക്തിത്വത്തെ, ഐഡന്റിറ്റിയാ ചോദ്യം ചെയ്യുന്നത്. നീ ആരാ? ദൈവപുത്രനാണോ എന്ന അധികാരി തന്റെ ഐഡന്റിറ്റിയെ ചോദ്യം ചെയ്യുമ്പോഴും വളരെ ശാന്തതയോടുകൂടെ, പക്വതയോടുകൂടെ മറുപടി പറയുന്ന യേശു കർത്താവിനെയാണ് നമുക്കവിടെ കാണുവാനായി സാധിക്കും. അത് നമ്മളെ മനസ്സിലാക്കി തരുന്ന ഒരു കാര്യമുണ്ട്. ഹി വാസ് വെരി സബ്മിസീവ് ടു ദ ഹ്യൂമൻ അതോറിറ്റീസ്. തന്റെ മാതാപിതാക്കൾക്കും താൻ കീഴ്പ്പെട്ടിരുന്നു. ഈ ഭൂമിയിലെ സർവശക്തനായ ദൈവം ആ ഒരു കീഴ്പ്പെട്ടിരിക്കുന്ന, സബ്മിസീവ് ആയിരിക്കുന്ന ഒരു
അനുഭവം നമുക്കവിടെ കാണുവാനായി സാധിക്കും. നമുക്ക് അത് മാത്രമാണോ, കരം കൊടുക്കുന്നതിൽ താൻ അധികാരികൾക്ക് കീഴ്പ്പെട്ടിരുന്നു. മാത്രമല്ല, തന്നെ പിടിക്കാനായിട്ട് വന്നപ്പോൾ എന്താ പറയാ, ശിഷ്യൻ തന്റെ മാത്യു 26:51 നമുക്ക് കാണാനായി യേശുവിന്റെ കൂടെയുള്ള ഒരുവൻ കൈ നീട്ടി വാൾ ഊരി മഹാപുരോഹിതന്റെ ദാസനെ വെട്ടി അവന്റെ കാത് അറുത്തു. യേശു അവനോട് വാൾ ഉറയിലിടുക. ഇത് നമ്മുടെ പരിപാടിയല്ല. നമ്മൾ അവർ അധികാരം നടത്താൻ വന്നവരാണ്. ലെറ്റ് ദം ഡു ദെയർ ഡ്യൂട്ടി എന്ന് പറയുന്ന അധികാരത്തിന് കീഴ്പ്പെട്ടിരിക്കുന്ന ഒരു യേശു കർത്താവിനെയാണ് നമുക്ക് കാണുവാനായി സാധിക്കും. യേശു കർത്താവിന്റെ മനോഭാവം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പലപ്പോഴും മറ്റ് പല കാര്യങ്ങളെയൊക്കെ, പക്ഷെ ഈ തരത്തിൽ നമ്മുടെ അധികാരികൾക്ക് നമുക്ക് കീഴ്പ്പെട്ടിരിക്കാനായിട്ട് ഒരു വെറുപ്പ് കൂടാതെ, വിദ്വേഷം കൂടാതെ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതും യേശു കർത്താവിന്റെ ഒരു മനോഭാവം തന്നെയാണ്. ആ ഒരു മനോഭാവം ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. നമുക്ക് അത് പൗലോസും അങ്ങനെ തന്നെയായി. പൗലോസും വളരെ സബ്മിസീവ് ആയിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാനായി സാധിക്കുന്നത്. പൗലോസിന്റെ ലേഖനങ്ങളും പൗലോസിന്റെ ചരിത്രവും ജീവിതവും ഒക്കെ പഠിക്കുമ്പോൾ പൗലോസും അധികാരികൾക്ക് കീഴ്പ്പെട്ടവനായിരുന്നു. ആ ഒരു കാര്യത്തിലാണ് പൗലോസ് പറഞ്ഞത്, ഞാൻ യേശുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരികളായിരിക്കും. നമുക്കും ഈ അധികാരികളോടും അധികാരത്തോടും ഒക്കെ കീഴ്പ്പെട്ടിരിക്കുന്നതിൽ എനിക്കും നിങ്ങൾക്കുമൊക്കെ അങ്ങനെ കഴിയട്ടെ. രണ്ടാമത്തെ ഒരു കാര്യം, സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് സാക്രിഫിഷ്യൽ ലവ്, ത്യാഗപരമായ ഒരു സ്നേഹം. അത് യേശു കർത്താവിന്റെ മനോഭാവത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കാര്യമാണ്. സാക്രിഫിഷ്യൽ ലവ്, ത്യാഗപരമായ ഒരു സ്നേഹം. അത് ത്യാഗപരമായ ഒരു സ്നേഹം എന്ന് പറയുന്നത് അതതിന്റെ നമുക്ക് പറയുമ്പോൾ അതിനെ ത്യാഗപരമായ ഒരു സ്നേഹം, സാക്രിഫിഷ്യൽ ലവ് എന്നൊക്കെ പറയാം. പക്ഷെ അതിന്റെ പൂർണ്ണമായ ഒരു എന്താ പറയാ വെളിപ്പെടൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ മറ്റുള്ളവരെ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുമ്പോഴാണ്. അതുകൊണ്ടാണ് ഈ ഭാഗത്തിൽ തന്നെ ഇങ്ങനെ വായിക്കുന്നത്. രണ്ടാമത്തെ വാക്യം ഫിലിപ്പിയർ 2:2 നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം പൂണ്ടു ഐക്യബന്ധപ്പെട്ട് ഏകഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കി. ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന്. അതൊരു മറ്റൊരു മനോഭാവം. നമുക്കൊരാളെ ശ്രേഷ്ഠരെന്ന് എണ്ണണമെങ്കിൽ നമ്മൾ ഏറ്റവും കുറഞ്ഞ ഒരു ക്രൈറ്റീരിയ അല്ലെങ്കിൽ ഒരു പാരാമീറ്റർ നമുക്കെന്താ? നമുക്കൊരാളെ ശ്രേഷ്ഠരൻ എണ്ണണമെങ്കിൽ ഞാനത് നിങ്ങളോട് അങ്ങ് ചോദിക്കുക, എന്തായിരിക്കും ഒരാളെ ശ്രേഷ്ഠരെന്നുണ്ടെങ്കിൽ? ഇഫ് യു വാണ്ട് ടു റെസ്പെക്ട് സംവൺ, വാട്ട്സ് ദ മിനിമം ക്വാളിഫിക്കേഷൻ ഓർ ക്വാളിറ്റി ദാറ്റ് ഹി ഓർ ഷീ നീഡ് ടു പൊസസ്? എന്തായിരിക്കും ഒരാളെ ശ്രേഷ്ഠൻ എന്നുണ്ടെങ്കിൽ? ഏറ്റവും കുറഞ്ഞത് എന്താ പറയാ, എന്തൊക്കെയോ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ഒരാളെ ശ്രേഷ്ഠൻ എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അത് കുറെ കാര്യം ഒന്നും പറയണ്ട. എന്താ പറയാ, ചിലപ്പോ അത് ഒത്തിരി കാര്യം. ഞാൻ ഒരാളെ റെസ്പെക്ട് ചെയ്യണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഷീ നീഡ് ടു അല്ലെ എന്ന് ചിന്തിക്കുന്ന കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തിയല്ലോ. കുറച്ച് വിദ്യാഭ്യാസം വേണം, കുറച്ച് സംസ്കാരം വേണം അല്ലെ, കുറച്ച് സംസ്കാരം വേണം, അല്ലെങ്കിൽ കുറച്ച് അത്യാവശ്യം ജീവിക്കാനുള്ള ഒരു ചുറ്റുപാടും സമൂഹത്തിൽ നിൽക്കാനൊക്കെ ഉള്ള ഒരു ഇതുമൊക്കെ വേണം. അങ്ങനെ പല ക്രൈറ്റീരിയാസ് ഉണ്ടെന്നേ. നമ്മൾ ഇതൊക്കെ ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ ആ ജീവിതവുമായി ബന്ധപ്പെട്ടൊക്കെ വരുമ്പോഴത്തേക്ക് മറ്റുള്ളവരെ ശ്രേഷ്ഠരായി എണ്ണണമെങ്കിൽ നമ്മൾ വെച്ചിരിക്കുന്ന ഒത്തിരി പാരാമീറ്റേഴ്സ് ഉണ്ട്. ഇഫ് ദേ ആർ ഗോയിങ് ത്രൂ ഇറ്റ് ദെൻ വി വിൽ റെസ്പെക്ട് ദം. അങ്ങനെയാണ് നമ്മൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നത്. അതില്ലെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ചുമ്മാ പറയുന്ന കാര്യം. അങ്ങനെയൊക്കെയുള്ള എത്ര ഉദാഹരണങ്ങൾ, ഒരുപക്ഷെ ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ ചിന്തിക്കും, അയ്യോ പാസ്റ്റർ ഇത് എങ്ങനെ അറിഞ്ഞു, അല്ലെങ്കിൽ ഇതെങ്ങനെ മനസ്സിലാക്കി എന്നൊക്കെ ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചിരിക്കും. അതുകൊണ്ട് ഞാൻ ഉദാഹരണം ഒന്നും പറയുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ സത്യം കാര്യം, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കണമെങ്കിൽ പ്രാഥമികമായി നമ്മുടെ മനസ്സിലൊക്കെയുള്ള ചില ധാരണകളുണ്ട്. അതൊക്കെ ശരിയായെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കത്തുള്ളൂ അല്ലെ. കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞു, അത് നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലെന്ന് തോന്നുന്നു. പുള്ളി പറഞ്ഞ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആളല്ലെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി പുള്ളിയുടെ ക്രൈറ്റീരിയ എന്താണ്. അപ്പം പല ക്രൈറ്റീരിയാസാ. ഞാനെന്താ പറഞ്ഞത്, ഇങ്ങനെ കുറെ കാര്യമുണ്ട്. ഇതൊക്കെ പറഞ്ഞു വരുമ്പോൾ പലപ്പോഴും നമ്മളുമായിട്ടൊക്കെ ഒത്തിരി റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഉള്ള ഒത്തിരി കാര്യം. പക്ഷെ യേശു ഇവിടെ ദൈവജനം പറയുന്ന കാര്യം ഇതാണ്. യേശു കർത്താവിന്റെയും മനോഭാവം ഇങ്ങനെയായിരുന്നു. മറ്റുള്ളവരെ തന്നെക്കാൾ ശ്രേഷ്ഠൻ, തന്നെ പോലെ ശ്രേഷ്ഠൻ എന്നെണ്ണ അല്ലെ. അതും ഒരു വലിയ പ്രശ്നം. എനിക്കിപ്പം എന്നെ പോലെ ഒരാളാണെങ്കിലും ഓക്കെയാ, പക്ഷെ എന്നെക്കാൾ മിടുക്കനായാലോ അന്നേരം നമുക്ക് അസൂയ തുടങ്ങുന്നത് അല്ലേ. ഭയങ്കര അസൂയ. കാര്യം എന്റെ ലെവലിലൊക്കെ ഓക്കെ, നീ എന്റെ ലെവലിലൊക്കെ വന്നു, പക്ഷെ എന്നെക്കാട്ടിൽ മുകളിൽ നീ പോകുന്നു എന്ന് മറ്റൊരാൾ പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ടോ?
ഇല്ല എന്നൊക്കെ പറഞ്ഞാലും ഉണ്ടെന്നേ, അല്ലേ? നമ്മളെ രണ്ടുപേരും കൂടെ, എന്നെയും അച്ഛനെയും കൂടെ ആരെങ്കിലും നിർത്തിയിട്ട് പറയാ, ആ അച്ഛൻ ഭയങ്കര, രണ്ടുപേരും ഒരുപോലൊക്കെയാ, പക്ഷെ മിടുക്കനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മനസ്സിൽ അറിയാതെ എന്ത് വരും, ഒരു ബുദ്ധിമുട്ട് വരും. എന്നാലും അങ്ങനാണോ? ആ പുള്ളിയെക്കാളും നന്നായിട്ട് എനിക്ക് കാര്യങ്ങളൊക്കെ പറയാൻ അറിയാലോ. ഈ കാര്യങ്ങളൊക്കെ ഞാൻ എത്ര കാര്യമായിട്ട് ചെയ്യുന്നു. എന്തെല്ലാം കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട്. എന്റെ വിദ്യാഭ്യാസമാണെങ്കിൽ എന്തെല്ലാമാണ്, എന്റെ കുടുംബശ്രേഷ്ഠത എന്തെല്ലാമാണ്. അത്യാവശ്യം എനിക്ക് നല്ലൊരു ജോലി ഇല്ലേ? ഈ പുള്ളിയെക്കാട്ടിലും ഞാൻ, എന്നെക്കാളും പുള്ളിയാ മിടുക്കനെന്ന് ഈ മനുഷ്യന് എങ്ങനെ പറയാൻ തോന്നി എന്ന് നമ്മൾ ചിന്തിക്കും, അല്ലേ? അത് നമ്മുടെ ഹൃദയത്തിൽ ഒരു വേദന ഉണ്ടാക്കും. പക്ഷെ ഇവിടെ പറയുകയാണ്, ഇവിടെ പറഞ്ഞ വാക്യത്തിന്റെ വളരെ പ്രസക്തം ഇതാ. യേശുവിന്റെ മനോഭാവം എന്ന് പറയുന്നത്, യേശുവിന്റെ മനോഭാവം എന്ന് പറയുന്നത് ശാഠ്യത്താലോ ദുരഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ, താഴ്മ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊരാളെ മുമ്പിൽ തലകുനിച്ച് നിൽക്കുന്നതല്ല താഴ്മ എന്ന് പറയുന്നത്. അതൊക്കെ നമുക്ക് എവിടെയെങ്കിലും നിൽക്കാം. ഇന്ന കാലത്ത് നമുക്ക് എന്താ പറയാ, നമുക്ക് ഒത്തിരി കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട്. പക്ഷെ താഴ്മ എന്ന് യഥാർത്ഥമായി പറയുന്നത് ഒരു ഒരു ഓരോരുത്തൻ മറ്റുള്ളവരെ ശ്രേഷ്ഠനെന്ന് എണ്ണാനല്ല പറഞ്ഞത്, തന്നേക്കാൾ ശ്രേഷ്ഠൻ എന്നാണ്. ആ വാക്യം ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് നമുക്ക് ആ മനോഭാവത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കും. കർത്താവേ, എന്നേക്കാൾ എന്റെ കൂടെയുള്ളവർ ശ്രേഷ്ഠ. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ കൂടെയുള്ളവർക്ക് വിദ്യാഭ്യാസം കുറവായതിന്റെ കാര്യം, പൈസ കുറവായതിന്റെ കാര്യം, നമ്മൾ ആ പാരാമീറ്ററിൽ അവരെ കാണുന്നതെങ്കിൽ അത് അവരുടെ കുറ്റമല്ലെന്നേ, അവരുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്ങനെ ആയിപ്പോയി. അവർക്കും ഒരുപക്ഷെ ഒരു നല്ല സാഹചര്യം കിട്ടിയിരുന്നെങ്കിൽ നമ്മളെക്കാളും മുമ്പിൽ പോയേനെ, അല്ലെ? നമ്മുടെ മുകളിൽ പോയേനെയും അവര് ഏതെങ്കിലുമൊക്കെ തരത്തിൽ നമ്മളെക്കാളൊക്കെ സാഹചര്യങ്ങൾ കൊണ്ട് അവർ ഓടിപ്പോയേനെ. പക്ഷെ സാഹചര്യങ്ങൾ കിട്ടിയില്ല. സാഹചര്യങ്ങൾ ഒരുപക്ഷെ അവര് പുറകോട്ട് വലിച്ചു. നാം ചിന്തിക്കണം, അതൊന്നുമല്ല ഒരാളെ ഞാൻ ശ്രേഷ്ഠൻ എന്ന് എണ്ണുന്നതിന്റെ എന്റെ മാനദണ്ഡം. അതിങ്ങനെയാണ്, മനുഷ്യനായാൽ അവൻ മനുഷ്യനായി പിറന്നു. മറ്റൊരാളെ എന്നേക്കാൾ ശ്രേഷ്ഠൻ എന്ന് എണ്ണാൻ കഴിയുന്ന ഒരു മനോഭാവം എന്നെ പോലെ ഓക്കെ, പക്ഷെ എന്നേക്കാൾ അധികമായാൽ അത് ശരിയല്ല എന്ന് ചിന്തിക്കുന്ന ഏതെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇന്ന് രാത്രിയിൽ നമ്മുടെ ഹൃദയത്തിലേക്കൊക്കെ ഓടി വരുന്നുണ്ടെങ്കിൽ, രാത്രിയിൽ അവിടെ ഒരു ഫുൾ സ്റ്റോപ്പും ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഒരു ഇൻഡു മാർക്കും ഇട്ടിട്ട് വരണം, കർത്താവെ, എല്ലാവരും എന്നെക്കാളും ശ്രേഷ്ഠന്മാരാണ്. ഓൾ ആർ ഹയർ ദാൻ മീ. ഞാൻ റെസ്പെക്ട് ചെയ്യുന്നതിന്റെ കാര്യം അവരുടെ വിദ്യാഭ്യാസം. ഞാൻ പണ്ടൊക്കെ പറയായിരുന്നു, ഞാൻ അവർക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ട്, അതുകൊണ്ട് ഞാൻ റെസ്പെക്ട് എന്നൊക്കെ ഞാൻ പണ്ടൊക്കെ അറിവില്ലായ്മയിലൊക്കെ പറയുമായിരുന്നു. ഇപ്പൊ അങ്ങനെ പറയുന്നത്. ഇപ്പൊ കർത്താവേ, അങ്ങയുടെ സൃഷ്ടിയാണ്, അങ്ങ് സൃഷ്ടിച്ച മനുഷ്യരാണ്, അവരൊക്കെ എന്നെക്കാളും എടുക്കരവര്, അല്ലെ? എനിക്ക് എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ദേ ആർ ഹയർ ദാൻ മീ എന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഒരു മനോഭാവം നമുക്കുണ്ടാകും. അതിന് നമുക്ക് ഇന്ന് രാത്രി പ്രാർത്ഥിക്കാം, കർത്താവേ, യേശുവിന്റെ മനോഭാവം എനിക്ക് തരണം. അത് പൗലോസ് പറഞ്ഞത് ഇത് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്നാ പറഞ്ഞത്, അല്ലെ? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞ പൗലോസ് പറഞ്ഞൊരു കാര്യമാണ് നമുക്ക് ഈ മനോഭാവം ഉണ്ടാകും. അത് നമുക്കുണ്ടാകാൻ കർത്താവ് സഹായിക്കും. അടുത്തതായിട്ട് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഒബീഡിയൻസ് ടു ഗോഡ്സ് വിൽ എന്നുള്ളത്. അതാണ് ഒബീഡിയൻസ് ടു ഗോഡ്സ് വിൽ. യേശു കർത്താവിൽ നമുക്ക് കാണാൻ കഴിയുന്ന മൂന്നാമത്തെ മറ്റൊരു മനോഭാവം, അത് പൗലോസും കോപ്പി ചെയ്തു. പൗലോസും അത് അനുകരിക്കാൻ ശ്രമിച്ചു. അതാണ് ദൈവത്തിന്റെ ഹിതത്തോടുള്ള പൂർണ്ണ അനുസരണം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ഹിതത്തോടുള്ള പൂർണ്ണ അനുസരണം, മരണത്തോളം അനുസരണമുള്ളവനായിരുന്നു എന്നാണ് നമുക്ക് കാണാനായി സാധിക്കും, അല്ലെ? ദൈവത്തിന്റെ വില്ലിനോട് യേശു കർത്താവ് മരണത്തോളം അനുസരണം. നമ്മളൊക്കെ പലപ്പോഴും കർത്താവിന്റെ കാൽവരി ക്രൂശ് മരണത്തോടുള്ള ബന്ധത്തിൽ പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും പല വ്യാഖ്യാനങ്ങൾ ഞാൻ കേട്ടു, ഒത്തിരി വ്യാഖ്യാനങ്ങൾ കേട്ടു. ഞാൻ ആ വ്യാഖ്യാനങ്ങൾക്കൊന്നും എതിരോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുകയൊന്നും അല്ല. ഞാൻ ഇതുമായി ബന്ധപ്പെട്ടൊരു ആത്മീയ ചിന്ത അവിടെ പറയാൻ ആഗ്രഹിക്കും. അപ്പം ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു യേശു കർത്താവിന്റെ ഒരു പ്രാർത്ഥനയോ, പിതാവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണം, അല്ലെ? ഈ കഴിയുമെങ്കിൽ. അപ്പൊ തന്നെ നാം മനസ്സിലാക്കേണ്ടുന്നത് പിതാവിന്റെ ആ പൂർണ്ണഹിതത്തിന് താൻ റെഡിയായി നിൽക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റമില്ല. ആ പൂർണ്ണഹിതത്തിന് താൻ തയ്യാറായി നിൽക്കുന്ന യേശു കർത്താവിന്റെ പ്രാർത്ഥന നമ്മളെ കൺഫ്യൂസ് ആണ്, അല്ലെ? നമ്മൾ കർത്താവ് ഇവിടെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രാർത്ഥിച്ച്? അത് മനുഷ്യത്വത്തിലുള്ള പ്രാർത്ഥനയാണ്, ദൈവത്വത്തിൽ മറ്റൊരു നിലവാരം എന്നൊക്കെ പല ചിന്തകളും പല ഇന്റർപ്രിട്ടേഷൻസും ഒക്കെയാണ്. പക്ഷേ
ഞാനിങ്ങനെ അതിന്റെ ആ ഭാഗം ഇങ്ങനെ വായിച്ചപ്പോൾ, ആ ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിലേക്ക് നമുക്ക് വരുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. 22-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു കാര്യമാണ്. അതിന്റെ മുമ്പിൽ ഈ 39 മുതലുള്ള വാക്യങ്ങളിലാണ് ഞാൻ ഈ പറഞ്ഞ ഭാഗം. അതിനു മുമ്പ് 31-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ തന്റെ ശിഷ്യന്മാരെയൊക്കെ യേശു അടുത്ത് കൂട്ടി തന്റെ ശിഷ്യന്മാരോടൊക്കെ നിന്ന് സംസാരിക്കുമ്പോൾ പത്രോസിനോട് പറയുക, ശിമോനെ, സാത്താൻ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചെയ്തു. ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. ഞാൻ അന്നേരം ചിന്തിക്കുന്നത്, ഈ അടുത്ത ചില മണിക്കൂറുകൾ യേശു കർത്താവിന്റെ തീവ്രമായ വേദനയോടുകൂടെ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിലൊക്കെ ആ വേദനയോടുകൂടെ താൻ പിതാവിനോട് യാചിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതൂടെ ആയിരിക്കാം. കാര്യം പത്രോസ് തെറ്റിപ്പോകരുത്, പത്രോസ് വീണു പോകരുത്. എന്താ പറയാ, ഈ ശിമോനെ നിങ്ങളെ കോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. അപ്പൊ അത് അങ്ങനെ ഒരു കാര്യം സംഭവിക്കരുത്. കാര്യം ഇവരെയൊക്കെ ഒന്ന് തയ്യാറാക്കി കൊണ്ടുവരികയാണ്. ഇവര് പുറകോട്ട് പോകരുത്, ഇവര് നഷ്ടപ്പെട്ടു പോകരുത്, ഇവര് പിന്മാറി പോകരുത് എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിൽ താൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായും അല്ലെങ്കിൽ അവരെ ഉൾക്കൊണ്ടുകൊണ്ട് വേദനയോടുകൂടെ പ്രാർത്ഥിച്ചതായും നമുക്ക് അവിടെ ചിന്തിക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞതിന്റെ സാരം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും കർത്താവ് പറയുകയാണ്, യേശു കർത്താവ് പറയുകയാണ്, എന്റെ ഇഷ്ടമല്ല, എന്റെ കാര്യമല്ല, അങ്ങയുടെ ഇഷ്ടം പൂർണ്ണമാകാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കും. ഇന്ന് നമ്മുടെ ഈ മനോഭാവത്തിൽ നമുക്കുണ്ടാകേണ്ടത് നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ താല്പര്യങ്ങളും നമ്മുടെ പ്ലാനുകളും നമ്മുടെ പദ്ധതികളും നമ്മുടെ ഉദ്ദേശങ്ങളും നമ്മുടെ അജണ്ടാസും ഒക്കെ നമുക്ക് ഒത്തിരിയുണ്ട്. അതിന്റെ മുകളിൽ കർത്താവേ, അങ്ങയുടെ ഹിതത്തിന് പൂർണ്ണ അനുസരണം ഉള്ള ഒരു വ്യക്തിയായി ഞാൻ ജീവിക്കാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാനും സമർപ്പിക്കാനുമായി കഴിയട്ടെ. അതും യേശുവിന്റെ മനോഭാവത്തിന്റെ ഒരു കാര്യം. ഇതേ മനോഭാവം തന്നെ പൗലോസിനും ഉണ്ടായിരുന്നു. അതേ മനോഭാവം തന്നെ പൗലോസും പിന്തുടർന്നു. അത് പിന്തുടർന്നിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ പറയുന്നത്, ഞാൻ യേശുവിന്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എന്റെ അനുകാരിയായിരിക്കും. എന്തിന്? യേശു കർത്താവ് പിതാവായ ദൈവത്തിന്റെ ആ ഹിതത്തിന് പൂർണ്ണ വിധേയനായി അനുസരണമുള്ളവനായിരുന്നത് പോലെ പൗലോസും തന്റെ ജീവിതത്തിൽ അനേക സാഹചര്യങ്ങൾ തനിക്കും പിന്മാറിപ്പോകാനൊക്കെ ഉണ്ടായിട്ടും താൻ അതിൽ നിന്ന് പിന്മാറിപ്പോകാതെ അതിൽ താൻ സ്റ്റിക്ക് ഓൺ ചെയ്തു. അത് നമുക്കും ഉണ്ടാകുവാൻ കർത്താവ്. അപ്പൊ മൂന്നാമത്തെ കാര്യം, ഒബീഡിയൻസ് ടു ദ വിൽ ഓഫ് ഗോഡ് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കും. നാലാമത്തെ കാര്യം ഫോർഗീവ്നെസ് ആൻഡ് ഹീലിംഗ്. അതാണ് ഫോർഗീവ്നെസ് ആൻഡ് ഹീലിംഗ്. യേശു കർത്താവ് ഭൂമിയിൽ ഒത്തിരി അത്ഭുതങ്ങൾ ചെയ്തു, അനേകരെ സൗഖ്യമാക്കിയതായിട്ട് നമുക്ക് കാണുവാനായി സാധിക്കും. പക്ഷേ യേശു കർത്താവ് താൻ ശിഷ്യന്മാരോട് അവർ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കാൻ പറയുകയും അവർ പ്രാർത്ഥന ചോദിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ പഠിപ്പിക്കുന്നതിലൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, പാപങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്ന ഏവരോടും ഞങ്ങളും ക്ഷമിക്കുന്നു. അവിടെ ഒരു എന്താ പറയാ, ഞങ്ങളും ചെയ്യുന്നു ഞങ്ങളോടും ചെയ്യണമേ, ബാക്കിയെല്ലാം എന്താ പറയാ അങ്ങനെ പറയുന്നില്ല അല്ലെ. ഇത് മാത്രമേ ഉള്ളൂ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, മറ്റുള്ളവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളും കൊടുത്തോളാമെന്നൊന്നും പറയുന്നുണ്ടോ? അങ്ങനെ പറയുന്നില്ല. ഞങ്ങൾക്കുള്ള ആവശ്യമുള്ള ആഹാരം തരണേ എന്ന് പറയുന്നുള്ളൂ. അപ്പൊ പറയുന്നുണ്ടോ മറ്റുള്ളവർക്ക് ആരെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞങ്ങളത് കൊടുത്തോളാമെന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇത് മാത്രമേ പറയുന്നുള്ളൂ, ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളും എന്ത് ചെയ്തോളാം. ഒരു നിയമം, ഒരു വ്യവസ്ഥയോടുകൂടെയാ ഈ ക്ഷമ പറയും അല്ലെ. ഞങ്ങളും ക്ഷമിക്കുന്നു, ഞങ്ങളോടും എന്ത് ചെയ്യണമേ, ക്ഷമിക്കണം. അങ്ങനെയല്ലേ പറഞ്ഞത്? അല്ലാതെ അതിന് മുമ്പ് പറയുന്നുണ്ടോ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് ആഹാരം, കർത്താവ് ഞങ്ങൾക്ക് ചുറ്റുപാടും ഒത്തിരി പേർക്ക് ആവശ്യമുണ്ട് ആഹാരം, അതുകൊണ്ട് അവർക്ക് ഞങ്ങൾ കൊടുത്തോളാം, ഞങ്ങൾക്കുള്ളത് തരണം എന്ന് പറയുന്നില്ല. അങ്ങനെ പറയുന്നില്ല. വേറെ ഒന്നിനും ഇങ്ങനെ ഒരു വ്യവസ്ഥയില്ല. ഈ ഒരൊറ്റ കാര്യത്തിന് ഒരു വ്യവസ്ഥയുള്ളൂ. എന്തെന്നറിയാമോ? ക്ഷമിക്കുന്നതിൽ. ഞങ്ങളോട് അങ്ങ് ക്ഷമിക്കണമേ, ഞങ്ങളും ഒത്തിരി പേരോട് ക്ഷമിക്കേണ്ടതായിട്ടുണ്ട്, അത് ഞങ്ങളും എന്ത് ചെയ്തോളാം. ഞങ്ങളുടെ ഡ്യൂട്ടി ഞങ്ങൾ ചെയ്തോളാം, അങ്ങയുടെ ഡ്യൂട്ടി അങ്ങ് ചെയ്തോണമേ. കർത്താവ് ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന ഒരു ക്ഷമയോടുള്ള ബന്ധത്തിൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യേശു കർത്താവ് പഠിപ്പിച്ച ഒരു കാര്യമാണ്. കർത്താവ് ക്ഷമിച്ചതുകൊണ്ടാണല്ലോ ഇന്ന് രാത്രി നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെ. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ വന്നിരിക്കാൻ കാരണം കർത്താവിനോട് ക്ഷമിച്ചത് കൊണ്ട്. നമ്മുടെ പാപങ്ങളെ നമ്മളോട് ക്ഷമിച്ച്, നമ്മുടെ അകൃത്യങ്ങളെ നമ്മളോട് ക്ഷമിച്ച്, അതൊന്നും കണക്കിടാതെ അല്ലെ, ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു നിലവാരത്തിൽ നമ്മളെ മാറ്റി ഇരുത്തിയിട്ട് പറയും, ഇവൻ എന്റെ മകൻ, ഇവൻ എന്റെ മകൾ എന്ന് എന്നെയും നിങ്ങളെ കുറിച്ചും പറഞ്ഞ ആ വലിയ സ്നേഹത്തിന് ഇന്ന് രാത്രി നമുക്കൊന്ന് നന്ദി പറയാൻ കഴിയട്ടെ. ഇവിടെ ആ ഒരു ഫോർഗീവ്നെസ്,
കർത്താവ് നമ്മളോട് ക്ഷമിച്ചു എന്നുള്ളതാണ്. ഈ ക്ഷമിച്ചു എന്ന് നാം മനസ്സിലാക്കുമ്പോൾ ഈ ക്ഷമയെക്കുറിച്ച് യേശു കർത്താവ് ക്ഷമിക്കാനായി പഠിപ്പിച്ചു, താൻ ക്ഷമിച്ചു, തന്റെ ക്രൂശിലും താൻ എന്ത് ചെയ്യാണ്, ക്ഷമിക്കുന്നതായി നമുക്ക് കാണാനായി സാധിക്കും. ഇതേ ക്ഷമ തന്നെയാണ് അപ്പോസ്തലനായ പൗലോസും ഫോളോ ചെയ്യുന്നത്. ഇത് ഫോളോ ചെയ്തിട്ട് കൊരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ അപ്പോസ്തലനായ പൗലോസ് ക്ഷമയോടുള്ള ബന്ധത്തിൽ ചില ദൈവശാസ്ത്ര ചിന്തകൾ അങ്ങനെയാണ് പറയുന്നത്, ദൈവത്തിന്റെ ചിന്തകൾ അങ്ങനെയാണ് പറയുന്നത്, ക്ഷമയോടുള്ള ബന്ധത്തിൽ താൻ കണക്ട് ചെയ്ത് പറഞ്ഞ ഒരു ഭാഗം കൊരിന്ത്യ ലേഖനത്തിൽ രേഖപ്പെടുത്തി. അത് 2 കൊരിന്ത്യ ലേഖനം 4:11 നമുക്ക് കാണാൻ. ആർക്കെങ്കിലും ഒന്ന് വായിക്കാമോ? 2 Corinthians chapter 4:11. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. കണ്ടോ, ഇവിടെ പറയുകയാണ് ഞങ്ങളുടെ മർത്യ ശരീരങ്ങളിൽ എന്ത് വെളിപ്പെടേണ്ടതിന്? യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടത്. യേശുവിന്റെ ജീവൻ അത് വലിയൊരു എന്താ പറയാ, വലിയൊരു കാര്യമാണ് ഈ യേശുവിന്റെ ജീവൻ. ആ യേശുവിന്റെ ജീവൻ എൻ്റെ ഈ ശരീരത്തിൽ വെളിപ്പെടേണ്ടുന്നതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ യേശു നിമിത്തം മരണത്തിന് എന്ത് ചെയ്യുന്നു? ഏൽപ്പിക്കും. അതിന്റെ അർത്ഥം ഇങ്ങനെ പലപ്പോഴും ഇവർ ശരിയായിരുന്നു, പൗലോസ് ഒക്കെ ശരിയായിരുന്നിട്ടും അവരെ തെറ്റുകാരെന്ന് പറഞ്ഞു, അവരെ തെറ്റുകാരെന്ന് മുദ്രകുത്തി, അവരെ തെറ്റുള്ളവരാക്കി എന്ത് ചെയ്തു? സമൂഹം തീർത്തു. അവർ അത് ശരീരത്തിൽ വഹിച്ചു. അവര് പറയുകയാണ് ഞങ്ങൾ അത് ഏറ്റെടുത്തു. എന്തിനാണെന്നറിയാമോ? ഞങ്ങളുടെ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടണം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, നമ്മൾ ക്ഷമിക്കുമ്പോൾ, ഒരാളോട് ക്ഷമിക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് യേശുവിന്റെ ജീവന്റെ ഒരു മാനിഫെസ്റ്റേഷനാണ്. നമ്മൾ ഒരാളോട് ക്ഷമിക്കുമ്പോൾ, ഒരു വ്യക്തിയോട് ക്ഷമിക്കുമ്പോൾ യേശുവിന്റെ ജീവൻ അവിടെ വെളിപ്പെടുകയാണ്. നമ്മൾ അറിയുന്നില്ല അവിടെ എന്താ സംഭവിക്കുന്നതെന്ന്. പക്ഷെ ഒരു വ്യക്തിയോട് ഒരുപക്ഷെ നമ്മൾ ചെയ്യാത്ത തെറ്റിനായിരിക്കാം, നമ്മൾ ചെയ്യാത്ത കുറ്റത്തിനായിരിക്കാം, അവർ പറയുന്നതാകട്ടെ, ചെയ്യുന്നതാകട്ടെ, പ്രവർത്തിക്കുന്നതാകട്ടെ, എന്ത് തന്നെയാണെങ്കിലും യേശുവിന്റെ മനോഭാവത്തോടുകൂടെ ക്ഷമിക്കാനായി കഴിഞ്ഞാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ നമ്മുടെ മർത്യ ശരീരങ്ങളിൽ നമ്മുടെ ക്ഷമ നിമിത്തം വെളിപ്പെടുന്നത് യേശുവിന്റെ ജീവനാണ്. ആ യേശുവിന്റെ ജീവൻ എൻ്റെ ശരീരത്തിൽ വെളിപ്പെടുന്നത് അനേകർക്ക് ജീവൻ വെളിച്ചമായി ആ ഇരുളിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരുന്നതിന് കാരണമായി തീരുവാനിടയാകും. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒന്ന് എവിടെയെങ്കിലുമൊക്കെ ആ യേശുവിന്റെ ജീവൻ വെളിപ്പെടാൻ നമുക്ക് അവസരം കൊടുക്കാൻ സാധിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ കർത്താവ് എൻ്റെ ശരീരത്തിൽ, എൻ്റെ ജീവിതത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടണം. അതിന് ചിലരോടൊക്കെ ഇച്ചിലൂടെ ക്ഷമിക്കാനുണ്ട്, ചിലതൊക്കെ ഇച്ചിലൂടെ ക്ഷമിച്ചു കളയാനുണ്ട്. ഇന്ന് രാത്രിയിൽ നമുക്കൊന്നുകൂടെ യേശുവിന്റെ മനോഭാവത്തെ ഏറ്റെടുത്തുകൊണ്ട് യേശുവിന്റെ മനോഭാവത്തിലൂടെ യേശുവിന്റെ ജീവൻ എന്നിലും നിങ്ങളിലൂടെ വെളിപ്പെടുത്തുവാൻ കഴിയട്ടെ എന്ന് ആ ആഗ്രഹത്തോടുകൂടെ ഇന്ന് രാത്രി ഞാനിത് പറയുന്നു. നമുക്ക് ഒരുമിച്ച് അതിന് കഴിയട്ടെ. നമുക്ക് പറയാം, കർത്താവേ എൻ്റെ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടുത്തും. ഇന്നും ക്ഷമിക്കാത്ത കുറെ കാര്യങ്ങളൊക്കെ ആ ക്ഷമയുടെ മനോഭാവം എനിക്ക് തരണമേ കർത്താവേ എന്ന് നമുക്ക് പറയാം. നമ്മൾക്ക് പലപ്പോഴും പറയണം, ഞാൻ മരിച്ചാലും മറക്കത്തില്ല, അല്ലെ? മരിച്ചു കഴിഞ്ഞാൽ എന്തോ ഇവര് മറക്കാത്തതെന്ന് ആർക്കറിയാം. മരിച്ചാലും ഞാൻ പൊറുക്കത്തില്ല, അങ്ങനെയൊക്കെ പലപ്പോഴും ഭയങ്കര വാശിപ്പുറത്താണ് ഇതൊക്കെ പറയുന്നത്. എന്നെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല. സത്യം, അത് മനുഷ്യരെ കൊണ്ട് അങ്ങനെ പരിമിതം, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെയൊക്കെ മറക്കാനും ക്ഷമിക്കാനും ഒക്കെ എന്ന് പറയുന്നത്. വാശിയും വൈരാഗ്യം, ക്ഷമയില്ലാത്ത മനോഭാവം ഒക്കെ നമ്മളിങ്ങനെ കാണുമ്പോഴും ചിലപ്പോൾ നമ്മളിൽ തന്നെയൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ചിന്തിക്കണം, കർത്താവേ നമ്മള് ആ യേശുവിന്റെ മനോഭാവം എന്നൊക്കെയാ പറയുന്നത്, പക്ഷെ ഇപ്പോഴും ആ നിലവാരത്തിലുള്ള ക്ഷമയൊന്നും പറ്റുന്നില്ലല്ലോ, ക്ഷമിക്കാനൊന്നും കഴിയുന്നില്ലല്ലോ. എന്താ കർത്താവേ? രാത്രി നമുക്കൊന്ന് പ്രാർത്ഥിക്കാനായിട്ട്. കർത്താവേ, ആ മനോഭാവം പൗലോസ് പറയാം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. ഫിലിപ്പിയ സഭയോട് ഫിലിപ്പിയയിൽ പറയാണ് നിങ്ങൾക്കും ആ മനോഭാവം ഉണ്ടാകും. ആ താഴ്മയുടെ മനോഭാവം എന്ന് പറയുമ്പോൾ നമ്മള് ഈ എന്താ പറയാ, നമ്മൾ ഉദ്ദേശിക്കുന്ന ചില കാര്യങ്ങൾ മാത്രമല്ല, ഇതും നമുക്ക് ക്ഷമിക്കാനും ആ ക്ഷമയിലൂടെ ഒരു ഹീലിംഗ് അവിടെ വ്യാപിക്കും. നമ്മൾ ക്ഷമിക്കുമ്പോൾ അവിടെ ഒരു ഹീലിംഗ് ഉണ്ടാകും, നമ്മളിൽ ഒരു ഹീലിംഗ് ഉണ്ടാകുന്നു, മറ്റുള്ളവരിൽ ഒരു ഹീലിംഗ് ഉണ്ടാകും. അപ്പൊ അത് ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കട്ടെ. അപ്പം 4-മത്തെ കാര്യം forgiveness and 5-മത്തെ കാര്യം കൂടെ പറഞ്ഞ് എന്റെ വാക്കിലൂടെ അവസാനിപ്പിക്കുന്നു. 5th one is dedication to the mission. ദൗത്യത്തോടുള്ള തന്റെ അതിയായ സമർപ്പണം. അത് യേശു കർത്താവിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാനായി സാധിക്കും. തന്നെ ഒരു ദൗത്യമായി ഈ ഭൂമിയിലേക്ക്
ദൈവം പിതാവായ ദൈവം നയിക്കുന്നത്. ആ ദൗത്യത്തോടുള്ള ആ ഒരു കംപ്ലീറ്റ് ഡെഡിക്കേഷൻ ആൻഡ് കമ്മിറ്റ്മെന്റ് നമുക്ക് കാണാനായി സാധിക്കും. ഒത്തിരി സാഹചര്യങ്ങൾ നമുക്ക് കാണാനായി സാധിക്കുന്നു. ഗോസ്പൽസിലൊക്കെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമുണ്ട്. പലപ്പോഴും അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യിക്കുന്ന, ഡിസ്റ്റോർട്ട് ചെയ്യിക്കുന്ന പല സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ടെംപ്ടേഷൻസും ഒക്കെ ഉണ്ടായിട്ടും ആ സാഹചര്യത്തിലൊക്കെ വളരെ അവയർനെസ്സിൽ ഇതല്ല എന്നെ കുറിച്ച്, ഇതിനല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്, ഇതിനല്ല ഞാൻ ഇവിടെ ആയിരിക്കുന്നത് എന്ന് പറയുന്ന ഒരു അനുഭവം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. പണ്ട് നമ്മൾ ഈ ക്രിക്കറ്റൊക്കെ പണ്ട് ഒത്തിരി, ഇപ്പോഴും ക്രിക്കറ്റൊക്കെ ഇഷ്ടമാണ്. ആ ക്രിക്കറ്റ് കളിയൊക്കെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ കാണും. ഇപ്പൊ അങ്ങനെ കാണാനുള്ള സമയം. ഈ കപിൽ ദേവിനെ കുറിച്ച് ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് കേട്ടു. അതിങ്ങനെയാണ്: കപിൽ ദേവ് ക്രിക്കറ്റൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് പുള്ളി ഇങ്ങനെ നിന്നപ്പോഴ് കുറെ രാഷ്ട്രീയക്കാര് പുള്ളിയോട് വന്ന്, ഇനി എനിക്കറിയത്തില്ല നാളെ ഇനി അദ്ദേഹം മാറ്റി പറയുമെന്ന് അറിയത്തില്ല, പണ്ട് പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ്, പുള്ളിയോട് വന്ന് ചോദിച്ചു, നിങ്ങൾ ഞങ്ങളുടെ കൂടെ പാർട്ടിയിൽ വരുന്നു, കാര്യം നിങ്ങൾ അറിയപ്പെടുന്ന ഒരു ക്രിക്കറ്ററാ എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞു, ഐ എം നോട്ട് മെയ്ഡ് ഫോർ ദാറ്റ്, ഞാൻ അതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനല്ല. അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ് ഞാൻ കേട്ടത്, ഐ എം നോട്ട് മെയ്ഡ് ഫോർ ദാറ്റ്, ഞാൻ രാഷ്ട്രീയത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനല്ല എന്നാണ് താൻ പറഞ്ഞത്. ഇന്ന് എനിക്കറിയത്തില്ല അദ്ദേഹത്തിന്റെ ചിന്താഗതികൾ മാറിയോ എന്നൊന്നും, പക്ഷെ അന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് കാര്യം. അപ്പൊ ആ ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് അറിയാം ഞാൻ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടത്. ഞാൻ സൃഷ്ടിക്കപ്പെട്ടത്, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു നല്ല ക്രിക്കറ്റ് കളിക്കാരനാകുക, ക്രിക്കറ്റ് കളിക്കുക എന്നൊക്കെയാണ്. ഈ കപിൽ ദേവിനുണ്ടായ കാര്യം പോലും രക്ഷിക്കപ്പെട്ട പലർക്കും ഇല്ല എന്നുള്ളത് പലപ്പോഴും വേദനാജനകമായ ഒരു കാര്യമാണ്. നമ്മുടെ ആ മിഷനോടുള്ള നമ്മുടെ കമ്മിറ്റ്മെന്റ്, ഞാൻ എന്തിനാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, ഫോർ വാട്ട് പേർപ്പസ് ദാറ്റ് ഐ ആം ഹിയർ ഓൺ ദിസ് പ്ലാനറ്റ്, വാട്ട് ഇസ് മൈ ഡ്യൂട്ടി ആൻഡ് വാട്ട്സ് മൈ മിഷൻ, എന്റെ മിഷൻ എന്താണ്, ആ മിഷനോടുള്ള എന്റെ അതിയായ ഒരു പാഷൻ, ആ മിഷനോടുള്ള എന്റെ അതിയായ ഒരു ആഗ്രഹവും, അത് ചെയ്തു തീർക്കാനുള്ള ഒരു ആഗ്രഹവും, അത് യേശു കർത്താവിന്റെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് കാണുവാനായി സാധിക്കും. ഉടനീളം നമ്മളൊന്ന് യേശു കർത്താവിന്റെ ലൈഫ് മിനിസ്ട്രി ഒക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ തന്റെ ആ ദൗത്യ നിർവഹണത്തിന് വേണ്ടിയിട്ടായിരുന്നു തന്റെ ഓട്ടം മുഴുവൻ, അല്ല വേറെ ഒന്നും ആയിരുന്നില്ല. ഏതെങ്കിലും ഭൂമിയിലെ മറ്റു കാര്യങ്ങൾ താൻ ആരാണെന്ന് കാണിക്കണം, തെളിയിക്കണം, ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. സോ ഹി വാസ് ഹാവിങ് എന്തോ ഒരു മിഷൻ. ആ മിഷൻ അത് തന്നെ പൗലോസിലും ഉണ്ടായിരുന്നു. പൗലോസിന് വേണമെങ്കിൽ വേറെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യായിരുന്നു. ഈ ആ സഭയുടെ എത്രയോ നേതൃസ്ഥാനങ്ങളിലേക്കൊക്കെ എത്തി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ കാണിക്കും. പക്ഷെ പുള്ളി അതൊന്നും ചെയ്യാതെ തന്നെ ഏൽപ്പിച്ചൊരു ദൗത്യം ഉണ്ടെന്ന് തനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അതെങ്ങനെങ്കിലും ഒക്കെ ചെയ്തു തീർക്കണം. ഐ വോണ്ട് ടു കംപ്ലീറ്റ് മൈ മിഷൻ, ഐ വോണ്ട് ടു കംപ്ലീറ്റ് മൈ ടാസ്ക് എന്ന ഒരു ആഗ്രഹത്തിൽ താൻ അതിനു വേണ്ടി വളരെ പാഷനോട് കൂടിയ ഓടിയ ഒരു പൗലോസിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ അഞ്ച് കാര്യങ്ങളിൽ പൗലോസ് യേശുവിന്റെ അനുകാരിയായി. യേശു അങ്ങനെ ആയിരുന്നു. ആ കാര്യത്തിൽ യേശുവിനെ ഈ 5 കാര്യത്തിലും പൗലോസ് അനുകരിച്ചു. അതല്ലാതെ മറ്റൊരു കാര്യത്തിലും പൗലോസ് പറയുന്നില്ല ഞാൻ എന്നെ പോലെ നിങ്ങളാകെ എന്ന് പറയുന്നു. ഈ കാര്യത്തിൽ യേശുവിനെ പോലെ ആകുന്നതിൽ പൗലോസ് ചെയ്ത കാര്യങ്ങളിൽ പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെയും ആഗ്രഹിക്കുന്നു, നിങ്ങളെ കുറിച്ചും ആഗ്രഹിക്കുന്നു, നിങ്ങളും ഇതുപോലെ ആയിത്തീരുവാൻ, നിങ്ങളും ഇതുപോലെ ആകാൻ ആഗ്രഹിക്കുന്നു എന്ന് പൗലോസ് പറയാണ്. ഇന്ന് രാത്രിയിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ദൈവസന്നിധിയിൽ കണ്ടുണരുവാൻ കർത്താവ് സഹായിക്കട്ടെ. ഒന്നാമത്തെ കാര്യം, സബ്മിറ്റിംഗ് ourselves to the authorities. അത് ഏത് അതോറിറ്റി ആണെങ്കിലും. 2, സാക്രിഫിഷ്യൽ ലവ്, ഒരു ത്യാഗപരമായ സ്നേഹം. മൂന്നാമത്തേത്, ഒബീഡിയൻസ് ടു ഗോഡ്സ് വിൽ, ദൈവത്തിന്റെ ഹിതത്തിന് ഉള്ള നമ്മുടെ പൂർണ്ണ വിധേയത്വം, അല്ലെങ്കിൽ ആ ഒരു സമർപ്പണം. ഫോർഗിവ്നെസ് ആൻഡ് ഹീലിംഗ്, നമ്മുടെ ക്ഷമയും സൗഖ്യവും. ആ ക്ഷമയും സൗഖ്യത്തിലൂടെയും നമ്മൾ യേശുവിന്റെ ജീവൻ നമ്മുടെ ശരീരങ്ങളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. 5ാമത്തെ കാര്യം, ഡെഡിക്കേഷൻ ടു ദ മിഷൻ ദാറ്റ് ഗോഡ് ഗിവൻ ടു us. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ദൗത്യത്തോടുള്ള നമ്മുടെ അളവറ്റ സമർപ്പണം, ഇത് നമുക്കും ഉണ്ടാകുവാൻ ഇടയാകട്ടെ. രാത്രി നമുക്ക് ഒരുമിച്ച് ആ ഭാഗം നമുക്കൊന്ന് വായിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ഫിലിപ്പിയ ലേഖനം 2-ന്റെ 5-ാമത്തെ വാക്യം, ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ ഞങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിലുള്ള ഭാവം തന്നെ നമ്മളിലും ഉണ്ടായിരിക്കും. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല ദൈവമേ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ഒരുമിച്ച് ദിവസത്തിലേക്ക് അടുത്ത് വരും. പലപ്പോഴും പല ഭാവങ്ങളും പല ചിന്തകളും പല സ്വഭാവങ്ങളും മാനുഷികമായ നിലവാരത്തിൽ ഞങ്ങളിലേക്ക് വരാറുണ്ട്. അതൊക്കെയും കർത്താവേ, ക്രിസ്തു സ്വരൂപത്തോട് ഞങ്ങൾ അനുരൂപരാകുന്നതിൽ നിന്ന് ഞങ്ങളെ
മാറ്റി നിർത്താറുണ്ട്, മാറി നിൽക്കാറുണ്ട്. ഞങ്ങൾ ഇന്ന് രാത്രിയിൽ ആ യേശുവിന്റെ മനോഭാവം ഞങ്ങളിലും ഉണ്ടാകാൻ കർത്താവിടയാക്കണമേ. കർത്താവെ, അതിനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. എവിടെയെങ്കിലുമൊക്കെ കേട്ട വചനത്തോടുള്ള ബന്ധത്തിൽ വീഴ്ചകളോ കുറവുകളോ ഉണ്ടെങ്കിൽ കർത്താവ് ക്ഷമിക്കണം. അതിനായി അങ്ങ് ഞങ്ങളെ ഒരുക്കണം, ഞങ്ങളുടെ വരവിനായി ഒരുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ.